ഞാൻ മദ്രാസ് അരുണാചലൻ സ്റ്റുഡിയോയിലായിരുന്ന കാലത്ത് കോടമ്പാക്കത്തായിരുന്നു താമസിച്ചിരുന്നത്. കോടമ്പാക്കത്ത് മുത്തുലക്ഷ്മി കോളനി എന്ന് പറയുന്ന പഴയകാലം ഒരു നടിയുടെ വീടായിരുന്നു അത്. അവിടെ താമസിക്കുമ്പോൾ ഞാനൊരു സുഹൃത്തിൻ്റെ കൂടെ താമസിക്കാനാണ് ചെന്നിരുന്നത്. പക്ഷേ ഭാഗ്യവശാൽ അവിടെ ഭാരതി രാജ എന്ന് പറയുന്ന ഇന്നത്തെ വലിയ ഡയറക്ടർ അയാളുടെ റൂംമേറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു 2 മാസക്കാലം ഭാരതി രാജയും ഞാനും ഒന്നിച്ച് താമസിക്കാനിടയായിട്ടുണ്ട്. അദ്ദേഹം അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഭാരതി രാജ കാഴ്ചയിൽ അത്ര സുമുഖനല്ലായിരുന്നെങ്കിലും ശബ്ദം വളരെ ഗംഭീരമായി. നാടകങ്ങൾ അഭിനയിക്കും. അങ്ങനെ നല്ല നല്ല അഭിനയമോഹമാണ് അയാളിൽ മുമ്പിട്ട് നിന്നത്. അതിനുവേണ്ടി ശ്രമിച്ചിട്ട് അയാൾക്ക് നടന്നില്ല. അവസാനം അയാൾ മലയാളത്തിലെ അന്നത്തെ ഒരു ഡയറക്ടർ കൃഷ്ണൻ നായരുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരു വർഷം നടന്നു. അതിനുശേഷമാണ് അങ്ങേര് 16 വയസ്സിനില്ലേ എന്ന് പറയുന്ന കമലഹാസൻ വെച്ചിൻ്റെ ഒരു സിനിമ തമിഴിലെടുത്തത്. ആ സിനിമ തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായി. അദ്ദേഹം ഇന്ന് അതിനുശേഷം അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നായി മാറുകയായിരുന്നു. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡയറക്ടറാണ് ഇന്ന് അദ്ദേഹം. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണാനുള്ള അവസരം ഉണ്ടായില്ല. ഒരു പ്രാവശ്യം സിനിമാക്കാരുടെ ഒരു സമരം ഉണ്ടായിരുന്നു. ഈ കേബിൾ TV അതൊക്കെ വന്ന ആ സമയത്ത് അതിനെതിരായിട്ട് സിനിമാക്കാരെല്ലാവരും കൂടെ മദ്രാസിൽ ഒരു സമരം നടത്തി. അതിന് ഞാനും പങ്കെടുത്തിരുന്നു. ആ സമയത്ത് വളരെ അകലത്തിൽ, ഒരു 10-50 അടി അകലത്തിൽ ഞങ്ങൾ തമ്മിൽ പരസ്പരം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കാണിക്കല്ല, അടുത്തോട്ട് ഒന്ന് സംസാരിക്കാനോ ഒന്നും നടന്നിട്ടില്ല ഇന്ന് വരെ. അതുപോലെ ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് മദ്രാസിൽ താമസ സമയത്ത് ഉണ്ടായി. മലയാള സിനിമയുടെ ബാലൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ മുതുകുളം രാഘവൻ പിള്ള, അദ്ദേഹം മലയാളത്തിലൊരു വലിയ കോമഡി നടനായിരുന്നു. പക്ഷെ ബാലന്റെ തിരക്കഥ എഴുതിയതാണ് അദ്ദേഹം. അദ്ദേഹത്തെ യാദർശികമായിട്ട് അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആരാധനാ മനോഭാവമാണ് തോന്നിയത്. പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹത്തിന് പ്രത്യേകമായ സാമ്പത്തിക ശേഷിയൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. ഞങ്ങൾ പലപ്പോഴും ഒരു ഹോട്ടലിൽ വെച്ച് കാണാറുണ്ട്. കണ്ട് പരിചയം കൂടുതൽ പുതുക്കിയപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ വീട്ടിലോട്ട് ക്ഷണിച്ചു. 2 ദിവസം അദ്ദേഹം വന്ന് എൻ്റെ വീട്ടിൽ താമസിച്ച് പഴയ കഥകളും ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ഒരു ആവേശമുള്ളൊരു കാര്യമാണ്, സിനിമാക്കാരും സംസാരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് ആ കൊല്ലമാണ് MD വാസുദേവൻ നായരുടെ നിർമാല്യം സിനിമ റിലീസാകുന്നു. നിർമാല്യത്തിന് ആന്റണിക്ക്, PJ ആന്റണിക്ക് ഭാരത് അവാർഡ് കിട്ടി. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. നമുക്ക് ഈ ഫീൽഡിലോട്ട് എങ്ങനെ എത്തിപ്പെടണമെന്ന് വെമ്പലുകൊള്ളുന്ന സമയങ്ങളായിരുന്നു അത്. PJ ആന്റണിക്ക് ആദ്യമായിട്ട് ഭാരത് അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് മലയാള സിനിമയ്ക്ക് ഓരോരോ പ്രത്യേകത കിട്ടുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അടക്കാൻ പറ്റാതെ വന്നപ്പോൾ ആദ്യ സിനിമ എടുക്കാൻ ഇറങ്ങിയത്. അപ്പോഴതിന് ഉണ്ടായ പ്രതിവിധിയൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താമസിച്ചിരുന്ന കാലത്ത് ഈ ഭാരതിരാജനെ പരിചയപ്പെട്ടു, മുതുകുളത്തിനെ പരിചയപ്പെട്ടു, അനവധി ആളുകളെ പരിചയപ്പെടാൻ ഇടയായി. ഇതിനിടയിൽ ഞാൻ വീണ്ടും ഒരു സിനിമ എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നോഹയുടെ പേടകം എന്ന കഥ എഴുതി. ആ കഥയിൽ പ്രത്യേകമായിട്ട് പ്രധാന നടന്മാരൊന്നും ഉണ്ടാകാത്ത രീതിയിലാണ് ആ കഥ ഞാൻ ഉണ്ടാക്കിയത്. ഒരു പെൺകുട്ടിയും അപ്പൂപ്പനും, ആ പെൺകുട്ടിയുടെ ഒരു ബോയ് ഫ്രണ്ടുമാണ് ആ കഥാപാത്രം. ആ പെൺകുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മൃഗങ്ങളെയൊക്കെ സ്വന്തം പോലെ എടാവാടാ
പിടിച്ചാണ് അതിനെയൊക്കെ വിളിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കഥയാണ് നോഹയുടെ പേടകം. അത് ആ പെൺകുട്ടിയും ഈ ബോയ് ഫ്രണ്ടും ഈ പക്ഷിമൃഗാദികളൊപ്പം കടലിൽ അകപ്പെട്ടു പോകുന്നതാണ് കഥയുടെ ചുരുക്കം. അപ്പൊ ആ പെൺകുട്ടിയോട് ഒരു അപ്പൂപ്പൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് സായിപ്പിന്റെയും പട്ടിയുടെയും കഥ. അതാണ് ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പൊ അതില് പട്ടിക്ക് വേണ്ടിയിട്ട് തിരക്കി നടന്നപ്പോ പോലീസ് ലോകിനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പോലീസ് ലോകിന്റെ കാര്യത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. പിന്നെ അത് അന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അത് നടക്കില്ല. പിന്നെ പട്ടിയെ തിരക്കി അങ്ങനെ നടന്ന് ഒരുപാട് പട്ടിയെ വളർത്തുന്ന ആളുകളുടെ വീടുകളിലൊന്നും എനിക്ക്. അപ്പൊ പട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തര് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഓരോ പട്ടിയുടെ കഥ പറയുമ്പോഴും കരഞ്ഞുകൊണ്ടാണ് പലരും പറയുന്നത്. അതിന്റെ കുഴിമാടങ്ങൾ വാദിക്കൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പെറ്റിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ഒരുപാട് പേരെ കാണാൻ സാധിക്കും. അവസാനം എറണാകുളത്ത് ചെന്നപ്പോൾ ജോസ് ബ്രദേഴ്സ്, ഇന്നത്തെ വസ്ത്ര വ്യാപാരികളുടെ ഒരു പുത്രന്റെ വീട്ടിൽ ഇതുപോലെ പട്ടികൾ, അത് നല്ല പട്ടികളാണ്. പക്ഷെ നമ്മളുടെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയല്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഇവിടെ ട്രെയിനിൽ ഇവിടെ പട്ടിയെ നോക്കാൻ പറ്റുന്ന ഒരുന്നുണ്ട്. അവൻ്റെ അടുത്തൊന്ന് അയാളുടെ അഡ്രസ്, ഫോൺ നമ്പർ തന്നെ അഡ്രസ് ഞങ്ങൾ പോയി. അവിടെ പോയപ്പോൾ അയാൾ ഒരു ചെറിയ കടമുറിയിലാണ് താമസിച്ചത്. അതിന്റെ വാതിക്കൽ ഒരു ലാബഡോർ പട്ടി കിടപ്പുണ്ട്. അതിനെ പൂട്ടിയിട്ടൊന്നുമില്ല. അത് ചെറുതായിട്ട് ഞങ്ങളുടെ നേരെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അകത്ത് നിന്ന് ഇയാൾ വിളിക്കടാ ബബ്ലു, ബബ്ലു എന്നായിരുന്നു ആ പട്ടിയുടെ പേര്. ബബ്ലു ഇപ്പൊ പട്ടി അവിടെ തന്നെ. ഞങ്ങൾ അകത്തോട്ട് ഇരുന്ന് ഇയാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ വരാം, നിങ്ങൾക്ക് എടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അപ്പോൾ അവിടെ വെച്ച് ചിട്ട ചെയ്യാം. അതനുസരിച്ച് അയാളും വന്നു. അപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടി അഭിനയിക്കണം. അത് ആ പെണ്ണ് കറുത്തതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ ഒരു സായിപ്പ്, ഈ സായിപ്പിന്റെയും പട്ടിയുടെയും കഥയാണ് ഈ അപ്പൂപ്പൻ പറയുന്നത്. അപ്പോൾ ആ സായിപ്പിന്റെ കൂടെ മാച്ച് ചെയ്യുന്ന പെൺകുട്ടി കറുത്തതായിരിക്കും നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ബാബു അഴീക്കൽ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തും കൂടി ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് മദ്രാസിൽ പോയി. അന്ന് ബാബു അഴീക്കലിന്റെ കൂടെ പഠിച്ച ആളാണ് കൊച്ചിൻ അനീഫ. അപ്പൊ കൊച്ചിൻ അനീഫയെ കണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാവുന്ന ഉള്ള ഉദ്ദേശത്തിൽ കൊച്ചിൻ അനീഫയെ കാണാൻ അദ്ദേഹത്തിന് മുറി ചെന്നപ്പോൾ ഇന്നത്തെ ജോഷി ഡയറക്ടർ കൊച്ചിനെ ഒന്നിച്ച് താമസിക്കുന്ന കാലഘട്ടമാണ്. അവര് ടൈഗർ സലീം എന്ന് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്നിച്ച് താമസിക്കുന്ന സമയം. ബാബു എന്ന് ഒരുപാട് സംസാരിച്ചത് കഴിഞ്ഞ് ഊണ്ട് സമയപ്പോ കൊച്ചിനെ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണെന്ന് ബാബുവിന് അറിയും. ബാബു പറഞ്ഞു, നമുക്ക് പോയി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് വരാം. അപ്പൊ കൊച്ചിനെ പറഞ്ഞു, വേണ്ട ബാബു, ഞാനിന്ന് നോയമ്പാണ്. അടുത്ത പടത്തിന്റെ 21, അതിന്റെ തുടക്കത്തിന് മുമ്പ് 21 ദിവസം ഞാൻ നോയമ്പെടുത്തിരിക്കുക. അപ്പൊ എനിക്കൊരു അതിശയം തോന്നിയത്, ഒരു സിനിമാക്കാരനെ അതിനുവേണ്ടി നോയമ്പെടുത്തു. ആ 21 ദിവസം നോയമ്പെടുത്ത് ഉച്ചഭക്ഷണം കഴിക്കാതെ നോയമ്പെടുത്തുകൊണ്ടാണ് അയാൾ അടുത്ത പടത്തിന്റെ കഥ എഴുതാൻ തുടങ്ങി എന്തോ ചെയ്യുന്നത്. അത് കഴിഞ്ഞു ഞങ്ങള് കൊച്ചിനീഫ് എന്നൊരു അഡ്രസ് പ്രകാരം കുമ്പളങ്ങി ബീന എന്ന് പറയുന്ന പെണ്ണിനെ കണ്ട്, ആ പെണ്ണ് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള കറുത്ത ഒരു പെണ്ണ്, ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിൽ തന്നെയാണ്, നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതയൊന്നുമില്ല. അങ്ങനെ കുമ്പളങ്ങി ബീനായി വിളിച്ച് ഇത് അഭിനയിക്കാൻ സായിപ്പന്മാർ വേണമല്ലോ. ഞാൻ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ തപ്പി നടന്ന് 2 സായിപ്പന്മാരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട് സംസാരിച്ചപ്പോൾ ഒരു വരാവുന്ന 2 പേരുണ്ട്. അവരെ കൊണ്ടൊന്ന് ചേർത്തല മുനിസിപ്പൽ ലോഡ്ജിൽ താമസിച്ചിട്ട് അവർക്ക് വേണ്ട, അപ്പോൾ 2 ദിവസം മുൻപാണ് ഇവർ വരുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും മദ്യം ഒക്കെ
വാങ്ങിക്കൊടുത്ത് അങ്ങനെ താമസിക്കാൻ.